നമസ്കാരം, ഞാൻ ആതിര വി ജി. വെൽക്കം ടു മൈ ചാനൽ വി ജി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗ്രാമസഭ. ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് പഞ്ചായത്തി രാജിന്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. അപ്പോൾ പഞ്ചായത്തി രാജിന്റെ അടിസ്ഥാന ഘടകം കൂടിയാണ് എന്താണ് ഗ്രാമസഭ. പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിന്റെ ഏറ്റവും ചെറിയ ഘടകം, പഞ്ചായത്ത് രാജിൽ വരുന്ന ഏറ്റവും ചെറിയ ഘടകം ഏതെന്ന് ചോദിച്ചാൽ അതും ഈ ഗ്രാമസഭയാണ്. അടിസ്ഥാന ഘടകവും ഏറ്റവും ചെറിയ ഘടകവുമാണ് ഈ ഗ്രാമസഭ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാന ഘടകവും ഏറ്റവും ചെറിയ ഘടകവുമാണ് ഈ ഗ്രാമസഭ. ഈ ഗ്രാമസഭയില് ഓരോ വാർഡും, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഓരോ വാർഡും ഓരോ ഗ്രാമസഭയായിട്ട് പറയാം. എത്ര വാർഡുണ്ടോ അത്രയും വാർഡിനെ നമുക്ക് അത്രയും ഗ്രാമസഭകളായിട്ട് തിരിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ വാർഡിനെയും നമ്മൾ ഓരോ വാർഡും ഓരോ ഗ്രാമസഭയായിട്ട് പരിഗണിക്കപ്പെടും. ഓരോ വാർഡും ഓരോ ഗ്രാമസഭയായിട്ട് പരിഗണിക്കപ്പെടും. അതായത് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമല്ലോ, വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ അംഗങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ വ്യക്തികളും തന്നെ ഗ്രാമസഭയിലും അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലെ പ്രായപൂർത്തിയായ എല്ലാ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് ഗ്രാമസഭ. വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു ഗ്രാമത്തിലെ എല്ലാ വ്യക്തികളും ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്തി രാജിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് ഈ ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇനി ഗ്രാമസഭ രൂപീകരിച്ചിരുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണെന്ന് ചോദിക്കാം. അപ്പൊ ഗ്രാമസഭ രൂപീകരിക്കുന്നത് ആർട്ടിക്കിൾ 243A. ആർട്ടിക്കിൾ 243A പ്രകാരമാണ് ഗ്രാമസഭ രൂപീകരിച്ചിരിക്കുന്നത്. ഇത് പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമസഭയുടെ രൂപീകരണം ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതാണ് ആർട്ടിക്കിൾ 243. ആർട്ടിക്കിൾ 243A എന്താണ് പറയുന്നത്? ഗ്രാമസഭയുടെ രൂപീകരണമാണ് ആർട്ടിക്കിൾ 243 പറയുന്നത്. ഇനി ഈ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരായിരിക്കും? ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന ആരാണ്? വാർഡ് മെമ്പർ ആണ്. ഈ വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഗ്രാമസഭയിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും ഇതിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും. വിളിച്ചു ചേർക്കുന്ന ആരാണ്? വാർഡ് മെമ്പർ. അതുപോലെ തന്നെ ഇതിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും. ഇതിലെ സെക്രട്ടറി എന്ന് പറയുന്ന ആരായിരിക്കും? ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതിലെ സെക്രട്ടറി. അപ്പോൾ ഗ്രാമസഭയുടെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. അപ്പൊ 3 പേരാണ്. വാർഡ് മെമ്പർ എന്താണ് ചെയ്യുന്ന? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ്? അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് അഭാവമാണെങ്കിൽ അതിൽ വൈസ് പ്രസിഡന്റ് ആണ് ഈ ഗ്രാമസഭയിലെ അധ്യക്ഷ പദവി വഹിക്കുന്നത്. ഇനി ഇതിലെ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ അത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപീകരിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 243A പ്രകാരമാണ് ഗ്രാമസഭ രൂപീകരിച്ചിരിക്കുന്നത്. ഇനി ഒരു ഗ്രാമസഭ വിളിച്ചു ചേർക്കണമെങ്കിൽ മിനിമം എത്രയാണ് കോറം എന്ന് വെച്ചാൽ മിനിമം പേഴ്സൺസ് എത്ര വേണം, മിനിമം അംഗങ്ങൾ എത്രയാണ് ഒരു ഗ്രാമസഭ വിളിച്ചു കൂട്ടാൻ വേണ്ടത്? അതൊന്നെങ്കിൽ ഗ്രാമസഭയുടെ 10%, ഒന്ന് 10% അല്ലെങ്കിൽ 1/10. ഇതിന്റെ മിനിമം കോറം എന്ന് പറയുന്നത് 10%. ടോട്ടൽ അംഗങ്ങളുടെ 10% അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗ്രാമസഭ നമുക്ക് വിളിച്ചു ചേർക്കാൻ സാധിക്കത്തുള്ളൂ.
ഇനി ഈ ടോട്ടൽ അംഗങ്ങൾ കോറം തികഞ്ഞിട്ടില്ല, ഗ്രാമസഭ വിളിക്കുന്നതിന് ആവശ്യമായ വ്യക്തികൾ വന്നിട്ടില്ല എങ്കിൽ രണ്ടാമത് നമ്മളൊരു ഗ്രാമസഭ വിളിച്ചു ചേർക്കണം. മിനിമം 10% കോറം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഗ്രാമസഭ കൂടാൻ പറ്റത്തുള്ളൂ. അല്ലാതെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത് ഒരു ഗ്രാമസഭ വിളിച്ചു കൂട്ടണം. ആ കോറം തികയുന്നത് വരെ നമ്മൾ രണ്ടാമതും ഒരു ഗ്രാമസഭ വിളിച്ചു കൂട്ടേണ്ടതായി വരും. ഇതിൽ പറയുന്നത് വെച്ചാൽ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഗ്രാമസഭയെങ്കിലും കൂടിയിരിക്കണം. എത്ര മാസം കൂടുമ്പോഴാണത്? 3 മാസം. അപ്പം മിനിമം എന്താണ്? 3 മാസത്തിൽ ഒരിക്കലെങ്കിലും 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഗ്രാമസഭ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കൂടിയിരിക്കണം. 10% ആണ് കോറം എന്ന് പറയുന്ന ടോട്ടൽ മെമ്പേഴ്സിന്റെ. അതുപോലെ തന്നെ ഇത് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഗ്രാമസഭ ഉറപ്പായിട്ടും കൂടിയിരിക്കണം. ഇനി ഗ്രാമസഭ വർഷമായിട്ട് അവതരിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഗ്രാമസഭ വർഷം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ UN ഒക്കെ ആയിട്ട് ഓരോ അന്താരാഷ്ട്ര വർഷം ആചരിക്കുമല്ലോ, അതുപോലെ ഗ്രാമസഭ വർഷമായിട്ട് ആചരിച്ച വർഷമാണ് 1999, 2000. 1999, 2000 എന്നീ വർഷങ്ങളിലാണ്, ഈ ഒരു വർഷ കാലയളവിലാണ് ഗ്രാമസഭാ വർഷമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത്. അപ്പൊ ഗ്രാമസഭാ വർഷമായി ആചരിച്ച വർഷം ചോദിച്ചാൽ 1999 to 2000 വരും. ഗ്രാമസഭ വർഷമായിട്ട് ആചരിച്ചത് 1999 മുതൽ 1999 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിലാണ് ഗ്രാമസഭ വർഷമായിട്ട് ആചരിച്ചു വരുന്നത്. ഇനി ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അതായത് ഒരു ഗ്രാമസഭ വിളിച്ചു കൂടുന്നതിന് പ്രധാനമായി ചില ലക്ഷ്യങ്ങൾ കാണുമല്ലോ. ആ ഗ്രാമത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് മുന്നിൽ വയ്ക്കുവാനും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുവാനും അങ്ങനെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് ആ ഗ്രാമസഭയുടെ ഗ്രാമത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഭയാണ്, ഒരു നാട്ടുകൂട്ടം പോലത്തെ ഒരു സഭയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാന ഘടകം എന്ന് തന്നെ ഈ ഗ്രാമസഭ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമസഭ മെയിൻ ആയിട്ട് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് മുന്നിൽ വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ആസൂത്രണം, നിർവഹണം, പരിശോധന. ആസൂത്രണം, നിർവഹണം, പരിശോധന എന്നീ ലക്ഷ്യങ്ങളാണ് ഈ ഗ്രാമസഭ നമ്മുടെ മുന്നിലോട്ട് വയ്ക്കുന്നത്. ഏതൊക്കെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിക്കാം. ഫസ്റ്റ് വൺ ഈസ് ആസൂത്രണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഗ്രാമസഭയിൽ ആസൂത്രണം എന്താണ്? ആ ഗ്രാമത്തിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെ ആ ഗ്രാമം മുന്നോട്ട് വരണം എന്നീ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നത് ഏത് സഭയിലൂടെയാണ്? ഗ്രാമസഭ. ഗ്രാമത്തിലെ ഓരോ അംഗങ്ങളും ഇതിലെ പ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ഓരോ കാര്യങ്ങളും അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ് ഈ ആസൂത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരവധിയായ നിർദ്ദേശങ്ങളും പ്ലാനിങ്ങുകളെല്ലാം ഈ ഗ്രാമസഭയിൽ ഉയർന്നു വരുന്നത് ആസൂത്രണം എന്ന ലക്ഷ്യത്തിലൂടെയാണ്. അപ്പോൾ ആസൂത്രണം എന്നത് ഗ്രാമസഭയുടെ മുഖ്യമായ ഒരു ലക്ഷ്യമാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് നിർവഹണം. അപ്പൊ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്ന നിർവഹണമാണ്. അതായത് നമ്മൾ ആസൂത്രണത്തിലൂടെ പ്ലാനിങ്ങിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ എന്താണ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് ഈ രണ്ടാമത്തെ സ്റ്റേജിലാണ്, നിർവഹണം എന്ന സ്റ്റേജിലാണ് ആസൂത്രണത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. അതായത് പദ്ധതികൾ നടപ്പിലാക്കുന്നതും അവയുടെ ചുമതലകളൊക്കെ വഹിക്കാൻ കൊടുക്കുന്നതും അതെല്ലാം ഈ നിർവഹണത്തിലാണ് വരുന്നത്. ആസൂത്രണത്തിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ നിർവഹണത്തെ പറയാം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഈ ആസൂത്രണം ചെയ്ത കാര്യങ്ങളും നിർവഹണം ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ, അത് നോർമൽ സ്റ്റേജിലാണോ പോകുന്നത് എന്നൊക്കെ അറിയാൻ പറ്റുന്ന മൂന്നാമത്തെ സ്റ്റേജ് ചോദിച്ചാൽ അതാണ് പരിശോധന. ഇപ്പം ഏത് സ്റ്റേജ് എന്ന് വെച്ചാൽ പരിശോധനയാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഈ പരിശോധന എന്താണ്? നമ്മൾ സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടല്ലോ, ഈ സോഷ്യൽ ഓഡിറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഈ പരിശോധനയിലൂടെയാണ്. നമ്മളിപ്പം ആസൂത്രണവും നിർവഹണവും ഉണ്ടെങ്കിലും പരിശോധന ഇല്ലെങ്കിൽ എന്താണ്? ആ പദ്ധതികൾ ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആയേക്കാം. അപ്പോൾ ആസൂത്രണത്തിനോടും നിർവഹണത്തിനോടും കൂടിച്ചേർന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം കൂടിയാണ് പരിശോധന എന്ന് പറയുന്നത്. ഈ പരിശോധനയിലാണ് ഈ പഞ്ചായത്തിലെ സോഷ്യൽ ഓഡിറ്റിംഗ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് പരിശോധനയാണ്. അപ്പോൾ ഗ്രാമസഭയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ ആസൂത്രണം വരും. ആസൂത്രണമാണ് ഫസ്റ്റത്തെ ലക്ഷ്യം, അത് മെയിൻ ആയിട്ടുള്ളതാണ്.
ആസൂത്രണം, രണ്ടാമതായിട്ട് നിർവഹണം. ആസൂത്രണം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നത് ഈ നിർവഹണത്തിലൂടെയാണ്. ഈ നിർവഹണം കഴിഞ്ഞ് ആസൂത്രണത്തിലൂടെയും നിർവഹണത്തിലൂടെയും ചെയ്ത കാര്യങ്ങൾ ശരിയായ രീതിയിലാണോ നടപ്പിലാക്കിയത്, അങ്ങനെയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് വരുന്നത് ഈ പരിശോധനയിലൂടെയാണ്. അങ്ങനെയുള്ള 3 ലക്ഷ്യങ്ങളാണ് ഗ്രാമസഭയ്ക്കുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആസൂത്രണം, നിർവഹണം, പരിശോധന. നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 243A ആണ്, 243A ആണ് ഗ്രാമസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി ഗ്രാമസഭയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നതാണ് എന്ത്, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ അതാണ് ഗ്രാമസഭ. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിന്റെ ചെറിയ ഘടകം, ഏറ്റവും ചെറിയ ഘടകം ഏതെന്ന് ചോദിച്ചാൽ അതും ഗ്രാമസഭയാണ്. ഗ്രാമസഭയിലെ ഓരോ വാർഡിനെയും എന്താണ്, ഓരോ ഗ്രാമസഭയായി കൂട്ടിച്ചേർക്കുന്നു. എത്ര വാർഡുണ്ടോ അത്രയും ഗ്രാമസഭകൾ അവിടെ കൂടിയിരിക്കണം. കുറഞ്ഞത് 3 മാസം കൂടുമ്പോഴെങ്കിലും മിനിമം എന്ത് ചെയ്യണം, ഗ്രാമസഭ കൂടണം. അതുപോലെ തന്നെ ഗ്രാമസഭയിലെ കോറം എത്രയെന്ന് ചോദിക്കാം. അതാണ് 10%. ടോട്ടൽ മെമ്പേഴ്സിന്റെ 10% ആണ് എന്താണ് കോറം എന്ന് പറയുന്നത്. മിനിമം കോറം എന്ന് പറയുന്നത് 10% ആണ്. കോറം തികഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടാമതും ആ ഗ്രാമസഭ കോറം തികയുന്നത് വരെ ആ ഗ്രാമസഭ വിളിച്ചു കൂട്ടണം. അതുപോലെ തന്നെ നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഏത് മെമ്പേഴ്സും എന്താണ് ഗ്രാമസഭയില് മെമ്പറാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ വ്യക്തികളും ഗ്രാമസഭയിൽ മെമ്പറാണ്. അതുപോലെ തന്നെ ഗ്രാമസഭ വർഷമായിട്ട് ആചരിച്ചത് എന്താണ്, 1999 to 2000 ആ വർഷങ്ങളിലാണ് ഗ്രാമസഭ വർഷമായിട്ട് ആചരിച്ചത്. ഇതിൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് വാർഡ് മെമ്പർ ആയിരിക്കണം ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആരാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഭാവത്തിൽ മാത്രമേ വൈസ് പ്രസിഡന്റ് ഈ സ്ഥാനം വഹിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഇതിന്റെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാമസഭയ്ക്ക് നമ്മൾ എത്ര ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് പഠിച്ച 3 ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് എന്ന് പറയുന്നത് ആസൂത്രണം, രണ്ടാമതായിട്ട് നിർവഹണം, മൂന്നാമതായിട്ട് പരിശോധന. ആസൂത്രണമാണെങ്കിൽ കാര്യങ്ങളെല്ലാം പ്ലാനിങ് ചെയ്യുന്നത്, എന്തൊക്കെ നടത്തണം, ഏതൊക്കെ കാര്യങ്ങളാണ് ആ ഗ്രാമത്തിൽ നടപ്പിലാക്കേണ്ടത് എന്നെല്ലാം ചെയ്യുന്നതാണ് ആസൂത്രണം എന്ന് പറയുന്നത്. നിർവഹണമാണെങ്കിൽ ആ ചെയ്ത കാര്യങ്ങൾ പ്രോപ്പർ അതോറിറ്റിക്ക് നൽകുന്നത് നിർവഹണവും ചെയ്ത കാര്യങ്ങളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നത് പരിശോധനയുമാണ്.